നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. കണ്ണപ്പ ഒരുപാട് വിവാദങ്ങളും അതിലുപരി ഒരുപാട് കാത്തിരിപ്പിന് ശേഷം കണ്ണപ്പ തെലുങ്കില് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഒരു മൾട്ടിസ്റ്റാർ പടം, തെലുങ്കിലെ ഒരു മൾട്ടിസ്റ്റാർ പടം, അതിന് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ, 1 hour മുമ്പേ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഏതായാലും എല്ലാ ഭാഷകളിലും ഉണ്ട്. അതിന്റെ ടീസറും കാര്യങ്ങളും നമ്മളത് കണ്ടതാണ്. ആരൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും CD ഹാർഡ് ഡിസ്ക് എടുത്ത് കൊണ്ടുപോയവരത് തിരിച്ചു കൊടുത്തു തോന്നുന്നു. ഏതായാലും സംഭവം ഇറങ്ങും. ഇനിയിപ്പോ അവരെന്നെ ഒളിപ്പിച്ചതാണോന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അതൊക്കെ നമുക്ക് വിടാം. കണ്ണപ്പ കാണാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് പ്രഭാസ്, അക്ഷയ് കുമാർ, അതിലുപരി നമ്മുടെ ലാലേട്ടനും കൂടി ഉണ്ട് ഇതില്. ആദ്യം നമുക്ക് അതിന്റെ തെലുങ്ക് ഒറിജിനൽ വേർഷൻ തന്നെ ഒന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് മലയാളം കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഹിയർ മാൻ. ഓക്കെ, അമേരിക്ക സംഭവം, അമേരിക്ക ഫീലാണ് കേട്ടോ. ഇന്ത്യയിലല്ല സാറേ, അത് രാജ്യത്താണ് ചോദിച്ചത്. ശക്തിപ്പെട്ടത് പോലെ കിട്ടാവട്ടത്തിലുള്ള വഴിയാണ്. వాడికి విన్నపాలెందుకు, వీళ్ళకి దండాలెందుకు? దేవతని దగ్గరించి వాడికి, పెద్దల మాటకు విలువ ఇవ్వడానికి ఈ కూడంలో చోటు లేదు. ముందా రాయిని తీసుకెళ్లి అడవిలో పడేస్తే గానీ నీకు పిచ్చి తగ్గదు. తప్పు మావా, అలా అనకూడదు. ఇలాంటి వాడు మీకు గొప్ప భక్తుడవుతాడు. నమ్మకం ఏంటి ప్రభు? నీతో పాటు నేను ఆ సమయం కోసం ఎదురు చూస్తూ ఉన్నాను. శివ రుద్రా, ఎవరు నువ్వు? ఆ పెద్దోళ్ళందరికంటే నేనే పెద్దోళ్ళని. నన్ను నిచ్చిన శివభక్తుడా ఈ సృష్టిలో లేడు. ఏమో అనుకున్నాను. నువ్వు నీ దేవుడు తోడు దొంగలే. శివయ్య అని మనసారా పిలువు. అది జన్మలో జరగదు. ఓ సంతటోడివా? విద్యలో నీకన్నా గొప్పవాడొకడు ఉన్నాడని తెలిసి అతని కొట్టని వెళ్ళి తెగొట్టించింది నువ్వే కదా. వెళ్ళబయ్యా, వెలికి నుంచి. ഓക്കെ 2 മിനിറ്റ് 3 മിനിറ്റോടെ അടുപ്പിച്ചുള്ള ട്രെയിലറാണ്. ഏതായാലും എന്റെ കമന്റ്, എന്റെ ഇത് പറയുന്നതിന് മുമ്പ് ലാലേട്ടനെ കണ്ടു, മതി, ആൻഡ് പ്രഭാസ് ആണ് എസ്പെഷ്യലി, ആൻഡ് ശിവനായിട്ട് നമ്മളെ അക്ഷയ് കുമാർ പറ്റിയ വേഷട്ടാണ്. പുള്ളി ശിവനായ പറ്റിയ ഒരാളാണ് അക്ഷയ് കുമാർ. അതേ ഒരു ബോഡി ഷേപ്പും മുഖവും കാര്യങ്ങളും. കാജർ അഗർവാൾ ഉണ്ട് പാർവതിയായിട്ട്. പിന്നെ കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പറയാം, നമുക്ക് ഇതിന്റെ മലയാളം വേർഷൻ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ബിക്കോസ് തെലുങ്ക് നമുക്ക് ഡയലോഗ് അത്രമാത്രം നമുക്ക് അറിയാം, കുറച്ചെല്ലാം മനസ്സിലായി. പക്ഷേ സ്റ്റിൽ നമുക്ക് മലയാളത്തിലും കൂടി ഇറങ്ങിയത് കൊണ്ട് മലയാളത്തിന്റെ ഒരു ട്രെയിലറും കൂടി പെട്ടെന്ന് കണ്ട് വന്ന് സംസാരിക്കാം. സോ ലെറ്റ്സ് വാച്ച്. മലയാളത്തിലെ കണ്ണപ്പ. ഓക്കെ യുദ്ധം പ്ലോട്ട് മനസ്സിലായി സംഭവം. വായുലിംഗത്തെ ഇവിടേക്ക് കൊണ്ടുവരും. ആ തിന്നൻ സാധാരണക്കാരനല്ല. അവനെ താണ്ടി വായുലിംഗത്തെ സാധ്യം.
Yes, yes. സംരക്ഷിക്കാൻ എന്റെ പ്രാണ ഞാൻ ഉറപ്പ് നൽകുന്നു. ഇനി ഒരു കുഞ്ഞിന് കൂടി ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നെന്റെ വാക്ക്. ശിവനെ കല്ലെന്ന് പറയുന്നു. കല്ലെന്ന് പറയാതെ വേറെന്ത് പറയാതെ പറയുന്നത് കേൾക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ദൈവത്തെ ധിക്കരിക്കുന്നവർക്കും ശിവന്റെ മുതിർന്നവരുടെ വാക്കിന് വില കൊടുക്കാത്തവർക്കും സത്യത്തിൽ ഈ കല്ല് താട്ടിക്കൊണ്ട് കളഞ്ഞവൻ നിന്റെ ഭ്രാന്ത് മാറും. ഇതൊരു കുത്തിക്കുറിപ്പെന്ന് പറയല്ലേ. ഇങ്ങനെ ഒരാൾ അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദേവിയെ പോലെ ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രുദ്ര ആരാ നീ? ആ മുതിർന്നവരെക്കാൾ മുതിർന്നവൻ ഞാനാ. എന്നേക്കാൾ വലിയ ഡയലോഗെല്ലാം ഈ സൃഷ്ടിയിലുണ്ട്. ഡയലോഗാണ്. എന്തൊക്കെ ഞാൻ കരുതിയതാണ്. നീയും നിന്റെ ദൈവവും കൂട്ടുകാരന്മാർ തന്നെ. ശിവ എന്ന് നീ മനസ്സൊരുക്കി വിളിക്കേ. അത് ഈ ജന്മത്തിൽ നടക്കില്ല. നീ അത്രയ്ക്ക് സാമർഥ്യശാലിയാണ്. അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളൂ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഇനി ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇതെന്റെ വാക്ക്, തിന്നെന്റെ വാക്ക്. ശിവലീല. അപ്പോ കണ്ണപ്പ നമ്മൾ തെലുങ്ക് കണ്ടു, മലയാളം കണ്ടു. ഞാൻ പെട്ടെന്ന് എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത് ഒന്നാമത് കുറെ അമേച്ചറായിട്ട്, അതായത് ഇത്തരം സിനിമ, ഇത്തരം ജോണറിലുള്ള പടങ്ങളെ നമ്മൾ ഒന്നുകൂടി എന്താണ് ഒരു ഗുമ്മുണ്ടാവും ഒരു സ്ക്രീനിൽ, അല്ലെങ്കിൽ അവരെ വേഷങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ഗുമ്മുണ്ട്. ഇത് ഒരു അമേച്ചർ സംഭവമായിട്ട് അത് ടീച്ചർ ഇറങ്ങിയപ്പോഴേ, പണ്ടായി ഗ്ലിംസ് കാണിച്ചപ്പോഴേ നമുക്ക് എല്ലാവരും പറഞ്ഞ ഒരു സംഭവം, ഒരു അമേച്ചർ സംഭവം. ഭയങ്കരമായ ടെക്നിക്കാലിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ, അത് ഈവൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് അല്ല, ആ ലൊക്കേഷൻ ആണെങ്കിൽ ഇന്ത്യയിലല്ല എന്തായാലും ഉറപ്പാണ്. അത് വേറെ ഏതോ ഒരു ചെറിയൊരു സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് മാത്രം ഇവർ എടുത്തതാണ് തോന്നുന്നത്. ബിക്കോസ് അതിൽ കാണിക്കുന്ന ആ വെള്ളച്ചാട്ടം, കാര്യങ്ങൾ, ആ മലകൾ, ആ സ്ഥലങ്ങൾ എല്ലാത്തിനും വന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ മീൻ, അപ്പോൾ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു സ്പോട്ട് ലൊക്കേഷൻ ഇട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കളികളാണ്. പിന്നെ ഇവരെ ഈവൻ ആയുധങ്ങളാണെങ്കിലും, ആർട്ട് വർക്ക് ആണെങ്കിലും, മേക്കപ്പ് ആണെങ്കിലും, ഐ മീൻ മേക്കപ്പ് അല്ല, ആർട്ട് വർക്ക് ആണെങ്കിലും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു അമേച്ചർ ലുക്ക് വരുന്നുണ്ട്. ബട്ട് എനിവേ, ഇപ്പം തെലുങ്ക് ഇൻഡസ്ട്രി കാത്തിരിക്കുന്ന ഒരു പടമാണ് കണ്ണപ്പ. ബിക്കോസ് ഇതിൽ പ്രഭാസ് ഉണ്ട്, ലാലേട്ടൻ ഉണ്ട്, അക്ഷയ് കുമാർ ഉണ്ട്, ഇവരെല്ലാം ഒരു മൾട്ടി സ്റ്റാർ, ശരത് കുമാർ ഉണ്ട്, പിന്നെ തന്നെ വേറെ 2-3 ആൾക്കാരുണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. കാച്ചരകാവ് ആള് പാർവതിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നായകന്റെ എക്സ്പ്രഷൻ ഇട്ട സമയത്ത് ഭയങ്കര, എനിക്ക് വലിയതൊന്നും തോന്നിയില്ല. ഐ മീൻ, ഇനിയിപ്പോ തിയേറ്ററിൽ കാണുമ്പോൾ ഏത് രീതിയിലാവുമെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ഇത് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ലാലേട്ടൻ ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രഭാസ് ഉണ്ടായത് കൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേ ബി തെലുങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു അറ്റൻഷൻ കിട്ടിയത്. ഐ മീൻ, പ്രഭാസ് ഉണ്ട് രുദ്രയായിട്ട്. അപ്പൊ ഏതായാലും എനിക്ക് തോന്നുന്നത് ഒന്നും തോന്നില്ല. ഇനിയിപ്പോ പടം ഇറങ്ങട്ടെ, പടം ഇറങ്ങിയിട്ട് നോക്കാം എങ്ങനെയുണ്ട്, എങ്ങനെയാവുന്നില്ല. എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത വേറൊന്നുമല്ല, ബ്രഹ്മാണ്ഡ സിനിമകളൊന്നുമല്ല. അതിന്റെ സീൻസ് എല്ലാം കാണുമ്പോൾ, ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു സാധാരണ സംഭവം. ഓക്കെ, പോയി കാണാം, നോക്കാം എങ്ങനെയുണ്ട്. വലിയ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. പിന്നെ ലാലേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം ഇത് എങ്ങനെയാവുന്നൊന്നും നമുക്കറിയില്ല. ചെറിയൊരു ക്യാമിയാണോ, ലെങ്തി റോളാണോ, ചെറിയ റോളായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പോകുന്നത്. പ്രഭാസ് കുറച്ചുണ്ടാവും. പ്രഭാസൊക്കെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ല ഉണ്ട് കേട്ടോ. ഞാൻ ഈ ആർട്ട് വർക്കിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മൂപ്പര ചെരിപ്പല്ലിടുന്ന ഒരു ചെരുപ്പിന്റെ ഒരു ക്ലോസപ്പ് സീൻ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല ഏതോ ബാറ്റാന്റെ ഏതോ പുതിയ മോഡൽ ചെരുപ്പാണെന്ന് തോന്നുന്നുട്ടാ. നല്ല അടിപൊളി സാധനം. അതിൽ കുറച്ച് വള്ളിയൊക്കെ എക്സ്ട്രാ ഇട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യമില്ല, ഹാർഡ് ഡിസ്ക് എന്തിനാണ് എടുത്തു കൊണ്ടുപോയത്, ഹാർഡ് ഡിസ്കിന് ആരാണ് കൊടുത്തത് യാതൊരു ഐഡിയ ഇല്ല. ഏതായാലും സംഭവം വരുന്നുണ്ട്. കണ്ണപ്പ റെഡി ടു റിലീസ്, റെഡി ടു ബോക്സ് ഓഫീസിനെ കുലുക്കാൻ വേണ്ടിയിട്ട് കണ്ണപ്പ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും വേറെ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാനില്ല. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.